ഹലോ, ഞാൻ ഇന്ന് ഈ രണ്ട് വ്യക്തികളെ ഒന്നെ ഈ വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമായിരിക്കാം. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നവരോ എബ്രോഡൊക്കെ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ എബ്രോഡ് നിൽക്കുന്നവർക്കോ ഇതിനെപ്പറ്റി അറിയാതിരിക്കാൻ യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഞാനും റീസെന്റ് ആയിട്ടാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. ആൻഡ് ഈ വ്യക്തിയുടെ പേരാണ് ബൈഡറ്റ് അഥവാ ബിഡറ്റ്, എനിക്കറിയില്ല, ഐ കോൾ ഇറ്റ് ആസ് ബൈഡറ്റ്. ഇന്ന് ഇത് എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇന്ത്യൻ എയർപോർട്ട്സ് ഒക്കെ വിട്ട് കഴിയുമ്പോൾ മുന്നോട്ട് അങ്ങോട്ടും ഒന്നും തന്നെ നമുക്ക് വാഷ്റൂംസിൽ ഹാൻഡ് ഷവർ കാണാൻ പറ്റില്ല, മഗ്ഗില്ല, ബക്കറ്റില്ല, ഒരു പൈപ്പില്ല, ഒന്നുമില്ല. വാഷ് ബേസ് ഉണ്ടാവാം, പിന്നെ ഫ്ലഷ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാനിപ്പോ സ്മരിക്കുന്നു അവരെയൊക്കെ. നമ്മളിപ്പോ പുറത്തോട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോൾ വി നോ ദ ഫാക്ട് ദാറ്റ് ഓക്കെ കേട്ടിട്ടുണ്ട് ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കില്ലല്ലോ ഓക്കെ നമ്മളിത് യൂസ് ചെയ്യും എന്നുള്ളത്. ഇവരോടുള്ള നേറ്റീവ്സിനെ സംബന്ധിച്ച് അവർക്ക് അതാണ് ഹെൽത്തി എന്ന് പറയുന്നത്. ബട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു എനിക്ക് തോന്നുന്നു ആസ് ഒരു നോർമൽ ഇന്ത്യൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഓൺലി അബൌട്ട് ദാറ്റ് കംഫർട്ടബിലിറ്റി മാത്രമാണ്, അല്ലാണ്ട് വേറെ അതിൽ ഞാൻ വേറെ ഒരു സയൻസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. പൈസ എന്ന് വെച്ചാൽ ഇത് എനിക്കൊന്നു 1700 സംതിങ് ആയിരുന്നു ഇതിന്. ക്വൈറ്റ് എക്സ്പെൻസീവ്, അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ചീപ്പ് എനിവേസ്. അപ്പം ഇത് വെലോമാക്സിന്റെ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ മേടിച്ച സമയത്തും എനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു പാർട്ടാകും എന്നുള്ളത്. ഫ്ലൈറ്റിലെ ബാത്റൂംസ് മുതൽ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നിട്ട് ഇപ്പൊ ഫ്ലാറ്റിലെ വാഷ്റൂംസ് ആണെങ്കിലും പുറത്തോട്ട് ഞാൻ കുറച്ചിടത്തൊക്കെ ഞാൻ നോക്കി, ഒരിടത്തുമില്ല. ആൻഡ് വേർസ്റ്റ് പാർട്ട് ഇസ് ഞാൻ പോയ ഒരു സൂപ്പർ മാർക്കറ്റ്സിലും അങ്ങനെ മഗ് ഞാൻ ഡൈസോയിൽ കണ്ടു, അല്ലാത്ത പക്ഷം ബക്കറ്റും ഞാൻ ഒരിടത്തും കണ്ടില്ല. ചിലപ്പോൾ കിട്ടുന്നവരുണ്ടാവും കേട്ടോ, എനിക്ക് അറിയില്ല. എപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. നമുക്കിതിവിടെ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാം. ഇലക്ട്രിക് ഹാൻഡ് ഷവേഴ്സ് ആകുന്നു, അങ്ങനത്തെയൊക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വിസിറ്റിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററലി മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, സോ ഇതിന്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിന് വെള്ളം കുടിക്കാം. ഈ സാധനമല്ലേ, ഇതിനെ നമുക്ക് ഇങ്ങനെ അടിക്കാം. ഇത് അകത്തുനിന്ന് വരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് കിട്ടുമ്പോൾ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് അപ്പോൾ തുറന്നെടുത്താൽ മതി. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം കുറച്ചുകൂടെ ഇങ്ങനെ അടിക്കും. ഇത് ചെറിയത്, ഇത് കൂടുതൽ വെള്ളം തീർന്നെങ്കിൽ വെള്ളം കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. ഇതിനെ രണ്ടിനെ മാറ്റി അങ്ങ് വെക്കുക. ഓക്കെ, ആൻഡ് ഇത് ചാർജ് തീരാറാകുമ്പോൾ ചാർജിനും കൂടെ ഇടണം. ദിസ് ഇസ് ഇലക്ട്രിക്. ആൻഡ് ഗൈസ് പ്ലീസ്, ഇഫ് യു ഹാവ് എ പ്ലാൻ ഫോർ ട്രാവൽ, മസ്റ്റ്